എടാ മോഡിഫിക്കേഷനിലോട്ട് ഇതുവരെ ഇറങ്ങിയില്ല, ഇറങ്ങുമ്പോൾ ഞങ്ങൾ നേരിട്ട് കാണിച്ചു തരാം. ഈ ട്രേഡ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് നാശം പിടി. ഈ കാറിൻ്റെ ഇത് വിറ്റ് പോകണില്ല, അതൊന്നാമത്തെ കാര്യം. ഇതെങ്ങനെ വിറ്റ് കളയാണ്, കൊണ്ടുപോയിട്ട് വില കുറച്ചാണ് ഇടാം. കുറച്ച് ഈ ആവശ്യമില്ലാത്ത നായിൻ്റെ മക്കളെ എടുത്ത് കളയണം. ഈ കാര്യം പറയല് വൈറ്റ് അടിച്ചുകൊണ്ട് പോകാം. എടാ എനിക്ക് ഈ ട്രേഡിൽ മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ മെയിൻ കാറെന്ന് പറഞ്ഞിട്ട് ഈ ഭയങ്കര കിടിലം കാറുകളൊന്നും അവർ ഇടൂല, ഈ സെല്ലിനിടൂല. കാര്യം പറഞ്ഞാൽ സെല്ലിന് ഒരിക്കലും ഇടൂല. അല്ലാതെ ഈ ബുഗാട്ടിയൊന്നും ഒരിക്കലും സെല്ലിന് വരുകയില്ല, ഒരിക്കലും. എല്ലാം ട്രേഡാണ്. അവന്മാരെല്ലാം വെച്ചാൽ കൈമാറ്റം. അവന് ഇവൻ്റെ ഇരിക്കുന്ന കാർ അവൻ്റെ കൊടുക്കും, അവൻ്റെ ഇരിക്കുന്ന കാർ അവൻ്റെ കൊടുക്കും. ബുഗാട്ടി കൊടുത്ത് മെക്ലാരിൻ വാങ്ങും, മെക്ലാരിൻ കൊടുത്ത് ബുഗാട്ടി വാങ്ങും. അതാണ്. അല്ലാതെ ഈ അത്രയ്ക്ക് വരാൻ അതിനേക്കാളും ചാൻസ് കുറവെന്ന് വെച്ചാൽ പിന്നെ BM ഒക്കെ വരുമായിരിക്കും, പക്ഷെ അത് ഭയങ്കര ചാൻസ് കുറവാണ്. പിന്നെ നല്ല രീതിയിൽ പണിഞ്ഞ കാറാണെങ്കിൽ എങ്ങനെയില്ലെങ്കിൽ 2 കോടിക്ക് മുകളിലൊക്കെ ചോദിക്കും. പക്ഷേ അത് അങ്ങനെ അധികം കിട്ടൂല. അല്ലാതെ പിന്നെ സാധാ ലോക്കൽ കാറൊക്കെയാണ്, മനസ്സിലായില്ലേ, കൊടുക്കണത്. വലിയ ഇതൊന്നുമില്ലാതെ. അതുകൊണ്ട് നമുക്കിത് നോക്കാം. ഇത് ഞാൻ ഈ ഗെയിം കളിച്ച് തുടങ്ങിയ സമയത്താണ് ഈ ട്രേഡിലോട്ട് ഈ ബിസിനസ് പഠിക്കാൻ ഇറങ്ങിയിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഉപകാരപ്പെട്ടനെ കൂടുതലായിട്ട്. കാരണം വെച്ചാൽ അപ്പം എനിക്ക് കാറുകൾ കൂടുതലായിട്ട് വേണ്ടി വരുമായിരിക്കും, വേണ്ടി വന്നായിരിക്കും. ആ സമയത്ത് എനിക്ക് കാറ് വില കുറച്ച് കിട്ടും. $1 ചില കുണ്ണാൾ കൊണ്ട് ഇടാൻ കണ്ടിട്ടില്ല, അത് വാങ്ങിക്കാം. പിന്നെ അത് വേണം കസ്റ്റമർ ചെയ്ത് കൊണ്ടുവന്ന് എനിക്ക് ഇടാം. അത് കുറച്ചുകൂടെ നേരത്തെ വേണം ചെയ്യാമായിരുന്നു, പക്ഷേ കുഴപ്പമില്ല. ഇത് ഓക്കെയാണ്. ഇത് വഴി നമുക്ക് കുറച്ചുകൂടെ സെറ്റാക്കാം, മനസ്സിലായില്ലേ. തുടക്കത്തിലെന്ന് വെച്ചാൽ ഞാൻ കാറ് കൂടുതൽ വാങ്ങിക്കണെ പറ്റിയാണ് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. കാറ് കൂടുതൽ വാങ്ങിക്കണം, അതാണ്. കണ്ട ഇപ്പോൾ $1 കണ്ടിട്ടേ വേണ്ട. ഇതൊന്നും ഒരിക്കലും വിറ്റുപോലും. ഈ കാറൊന്നും ആരും വാങ്ങിക്കില്ല. ഈ കാറ് വാങ്ങിച്ച് ഭയങ്കര നഷ്ടമാണ്, വിറ്റുക ഭയങ്കര പാടാണ്. ഞാൻ തന്നെ അറിയാതെ 2 തവണ എടുത്ത് വാങ്ങിച്ചു വെച്ചേക്കണം. അതാണ് ഇത് മണ്ടത്തരെ പോയി. ഇതൊക്കെ മോഡിഫൈ ചെയ്ത് കൊണ്ടുവന്നാലും പോലും അങ്ങനെ ഇത് ചാൻസിലിടാ വിറ്റുവായി. 4 ലക്ഷത്തിന് ഇട്ടു നോക്കാം. അവിടെ ഇത് ഒന്നല്ലേ. ഇതൊക്കെ വിറ്റ് പോകുന്ന എനിക്ക് അറിഞ്ഞൂടെ കേട്ടോ. 4 ലക്ഷത്തിനൊക്കെ 4 ലക്ഷത്തിന് വിറ്റ് പോകുന്ന എനിക്ക് അറിഞ്ഞൂടെ. CPM 1 കളിക്കുമോ ഇപ്പം? എടാ ഞാൻ CPM 1 കളിക്കാറില്ല. ഞാൻ CPM 1 കൂടി പണ്ടൊരു തവണ എടുത്ത് കളിച്ചിട്ടുണ്ട്. എത്ര ഒരു ഫസ്റ്റ് കുറച്ചെങ്കിൽ ട്രോപ്പിക് മാപ്പും പിന്നെ ലുഫീര ഒരു മറ്റേ എന്തെങ്കിലും ഒരു സാധനമുള്ള പ്രതിമയൊക്കെ ഉണ്ടല്ല CPM 1 പിന്നെ ഒരു മറ്റേ കോൺഫീൽഡ്, അത് മാത്രം. ഞാൻ CPM 1 കളിക്കാറില്ല. CPM 1 എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞാണ്. ഞാൻ CPM 1 ഇല്ലടാ, ഞാൻ CPM 2 ആടാ. CPM 1 കളിക്കാൻ ഒരുപാട് പേരില്ലേ, പക്ഷേ CPM 2 കളിക്കാൻ റെഡ് ഫോക്സ് ഇവിടെ ഉണ്ട്, മനസ്സിലായില്ലേ. എടാ CPM 2 മെയിനായിട്ട് ഞാനാണ് മലയാളത്തിലുള്ളത് കേട്ടോ. കാര്യം പറയാമല്ലോ, എനിക്ക് വേറെ ആരും അറിഞ്ഞൂടാ. കളിക്കണ ചിലപ്പോൾ ഒരു 10 CPM 1 വീഡിയോൻ്റെ ഇടയിൽ ഒരു CPM 2 വീഡിയോ ഇടും. അങ്ങനെയുള്ളവർ കാണും ചിലപ്പോൾ ഒരു 10 പേര് മലയാളത്തിൽ. പക്ഷേ അങ്ങനെ റെഡ് ഫോക്സ് അങ്ങനെയല്ല കുട്ടേ. ഞാൻ CPM 1 അങ്ങനെ കളിക്കാറേ ഇല്ല. മെയിനായിട്ട് CPM 2 ആണ്. തുടക്കം തൊട്ട് തന്നെ CPM 2, മനസ്സിലായില്ലേ. വേറെ ഒരു ഗെയിമും ഇല്ല. CPM 2 എടാ മലയാളത്തിൽ CPM 2 റെഡ് ഫോക്സ് ഉണ്ട് കേട്ടോ. CPM 2 കളിക്കണമെന്നവരൊക്കെ മെയിനായിട്ട് എൻ്റെ ചാനൽ നോക്കിയോ, അത്ര തന്നെ. അല്ല എന്ത് പറയും. ഗുഡ് കണ്ടീഷൻ സ്വാഗ് എൻജിൻ ഫ്രീ ലിവറല്ലി. എന്തൊരു ലിവറാ എടാ. ഇതെന്തരാണ് ഇവനൊക്കെ. ഈ കാറിന് 3 കോടിയാണ്. 3 കോടി 30 ലക്ഷമോ? 3 കോടിയാണ്. 3 കോടി 30 ലക്ഷം ആയിരിക്കും. 30 ലക്ഷം. ഇതൊക്കെ എന്തോന്നടാ മുത്ത, ഇതൊക്കെ എന്ത്? ഓ മറ്റേ അവൻ്റെ മെക്യൂൻ അവനാണ്. ഒരു ചുമന്ന കാറെടുത്തുണ്ടല്ലേ മക്യൂനാ. എടാ അവൻ്റെ പേര് ഞാൻ വിട്ടുപോയി. ഇല്ല അബദ്ധത്തിൽ ഏതാ സ്ഥലത്ത് പെട്ടുപോകണം ഒരു സിനിമ ഉണ്ടല്ലേ, ഒരു കാറ് മക്യൂൻ്റെ, അവനാണെന്ന് തോന്നുന്നു. അവൻ്റെ പോലെ മോഡിഫൈ ചെയ്തേക്കണം നല്ലോട്ട്. 10 എടാ എത്ര കോടി ഇത്? 10 100 1000 14 ലക്ഷം 10 ലക്ഷം എത്ര 80 ലക്ഷം. എടാ കുണ്ണ നിനക്ക് ഈ കാറിന്. നീ എന്ത് ഒരു സെക്കൻഡ് എന്തിനാന്ന് യു വാണ്ട് ദിസ് HP അവിടെ HP കുറവായിരിക്കും. HP അയ്യോ HP ഒക്കെ പറഞ്ഞ ദാരിദ്ര്യം. HP അവൻ വാങ്ങിക്കുള്ളൂ. അതെ നമ്മൾ അങ്ങനെ കുണ്ണത്തരം കാണിച്ച് ട്രേഡ് ചെയ്യണ്ട. HP എന്തില്ലോ നോർമൽ കാർ ബ്രോ ലോ HP നീ വേണേ വാങ്ങിച്ചോ. അപ്പം നമ്മളങ്ങനെ കുണ്ണത്തരം കാണിച്ച് വേണ്ട, കുണ്ണത്തരം കാണിക്കണം. ലോ HP കുറവ്, കുറച്ച് HP.
ഇതായിരിക്കും ലോട്ട ഹേ ഹേ എന്നാ ഹേ എൻ്റെ ലോട്ടെ അങ്ങനെ കാർ വാങ്ങിക്കാൻ പോടാ. ഈ കാർത്ത് കൂടെ മര്യാദക്ക് ഇടാല്ലേ, മര്യാദ ഒരു 3 ഇട്ടാലാ 3 ഇടാം. അതൊക്കെ വേഗം അടിച്ചു വേഗം നല്ല പ്രോപ്പറായിട്ട് ഇടാം, അല്ല ഒരു മരിച്ചരിച്ച് കുണച്ചിടണ്ട. കണ്ടോ? ഓക്കെ എടാ 350 ഇടാം, 350 ഇടാം, 350 എടാ. ഇന്നാളൊരു കാര്യം നടന്നു മുത്തേ, കാര്യം പറഞ്ഞ ഒരു കുണച്ച സംഭവം നടന്നേ. ഒരു കുണ്ണത്താള് എൻ്റെ പൊന്നെ, ഞാനാണെങ്കിലേ ഒരു ബുഗാട്ടി ഒരു ബുഗാട്ടിയെ ഈ ലൈവല്ല ഒരു ബുഗാട്ടി ഒരുത്തിനുമായിട്ട് ഇങ്ങനെ സംസാരിച്ചു വന്നു, ബുഗാട്ടി വാങ്ങിക്കണതിനെ പറ്റി. ഓക്കെ, അവനാണെങ്കിൽ ചിന്തിച്ച ആ രീതിയിൽ നിന്ന്. അപ്പം ഞാൻ വിചാരിച്ചു കൈ കിട്ടുവാണെങ്കിൽ ഞാൻ വാങ്ങിക്കുന്ന രീതിയിലാണ് ഇട്ടിരുന്നത്. കാരണം വെച്ചാൽ അപ്പോൾ കോടിയാണെങ്കിലും എന്തെങ്കിലും കോടിക്ക് മുകളിൽ ചോദിച്ചു, പൈസ ഇങ്ങനെ റെഡിയൊക്കെ വെച്ചിരുന്നത്. അതിനിടെ ഒരു പുണ്ണ എന്ത് വൈരൻ്റെ ഒക്കെ ഇതെന്നാണ്. അപ്പം എന്താ വെച്ചാൽ അവൻ്റെ ഏതാ പുണ്ടച്ചി കാർ എടുത്ത് എനിക്ക് സെല്ലിനിട്ട്. എടാ ഞാൻ പെട്ടെന്ന് ഒരു സെക്കൻഡ് അങ്ങ് ഇതായിപ്പോയി. ഞാൻ വെച്ച് ബുഗാട്ടി എനിക്ക് സെല്ലിന് വന്ന് ഇപ്പം തന്നെ വാങ്ങി വെച്ച് തൊടാൻ വന്നപ്പോഴേ ജസ്റ്റ് കാർ നോക്കിയപ്പം ഏതാ ഒരു തൊലിഞ്ഞ സാധനം. ഞാൻ തൊട്ടിരുന്നതിൻ്റെ 1.7 കോടി പോയേനെ. കാര്യം പറയാലോ മുത്തേ, എൻ്റെ ബുദ്ധി കാരണം രക്ഷപ്പെട്ട്. കാര്യം എന്തായിരുന്നു എന്നാണത്. എടാ ഇത് ആ റെഡ് ഫോക്സാ പറഞ്ഞോടാ പറ യെസ് ടെൽ മീ പറ. എടാ മലയാളിയാണാ എന്നെ കണ്ട് റൂമിൽ കയറാണാ? കം ടു ഗ്യാരേജാ? എടാ എനിക്കൊരു സംശയമുണ്ട്. ഇവന്മാരിപ്പോൾ കം ടു ഗ്യാരേജ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇവൻ്റെ കാർ എവിടെ എന്തൊരു കം ടു ഗ്യാരേജാ? ഒജാസ് നാഗർ. എടാ ഓജസ് ഗംഭീര. എടാ ഇപ്പം ഏത് അവൻ്റെ കാറാണോ അത്? 5000. എടാ നീ എന്ത് പറയണല്ലേ. എടാ കം ടു ഗ്യാരേജ് എന്ന് പറഞ്ഞിട്ട് അവൻ്റെ കാറ് പോലും ഞാൻ കണ്ടില്ല മുത്തേ, കാര്യം പറയാല്ല. എടാ അല്ലെങ്കിൽ എനിക്ക് എങ്ങനെയാ വേറൊരാളെ ഗ്യാരേജിൽ നിന്ന് കയറാൻ പറ്റണം? അതൊന്നും എനിക്ക് മനസ്സിലാവല്ലടാ. അങ്ങനെ കയറാൻ പറ്റൂ? നമ്മൾ ഈ മൾട്ടിപ്ലെയറിൽ എങ്ങനെ കം ടു ഗ്യാരേജ് എന്ന് പറഞ്ഞ് കിട്ടുകയാണ് 1000? അല്ല അങ്ങനെയല്ല, ചിലപ്പോൾ ഇനി എനിക്ക് അറിഞ്ഞൂടാ. ചിലപ്പോൾ നമ്മളെ കയറാൻ വന്ന സബ്സ്ക്രൈബർ ആണെങ്കിൽ അറിഞ്ഞൂടാ. എടാ എനിക്ക് വേറൊരാൾ ഗ്യാരേജ് പോകണം. എടാ ഇന്നാൾ ഞാൻ ഒരു കാർ ഉണ്ട്, ഒരു മോൺസ്റ്റർ എന്ന് വെച്ച് മറ്റേ കസ്റ്റം ചെയ്ത് വെച്ചാണ്, മറ്റേ മോഡിഫൈ ചെയ്ത് വെച്ചാണ് കാറ്. അവനും എൻ്റെ ഇതാണ് പറഞ്ഞു, അവനെ കാറ് വിൽക്കാം, പക്ഷെ അവന് കുറച്ച് ഇത് അവൻ്റെ ഫ്രണ്ടിനോട് ചോദിക്കണം പറഞ്ഞ് എൻ്റെ അടുത്ത് ഗ്യാരേജ് വരാൻ പറഞ്ഞ്. അവൻ്റെ വണ്ടി എടുത്ത് ഗ്യാരേജ് കയറിപ്പോൾ എനിക്ക് കയറാൻ പറ്റിയില്ല, ഞാൻ അവിടെ സ്റ്റക്കായിരുന്നു. അങ്ങനെയൊന്നും കയറത്തില്ലല്ലോ. പിന്നെ അവന്മാർ എന്താണ് ഈ കം ടു ഗ്യാരേജ് എന്ന് പറഞ്ഞേക്കണം, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. മുത്തേ ഇതെന്തരാണ് സാധനം? ഈ കാർ വേണ്ടടാ, ഇത് വിറ്റ് പോവില്ല. കാര്യം പറയുന്നത് ഇത് ചിലപ്പോൾ വിറ്റ് പോവാൻ എനിക്ക് $4 ഉള്ളായിരുന്നു. എനിക്കത് വിശ്വാസം വേണോ? എനിക്ക് എന്തൊരു ഇതൊന്നും കിട്ടണടാ, കാര്യമായിട്ട് പറയാലോ. ഒരു ഒട്ട ഇതൊന്നും ഒരുത്തനും വാങ്ങണല്ലോ. ഈ കാറൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയാൽ മതി എന്നുള്ള രീതിയിലാണ് നിൽക്കണം. കാര്യം പറയാല്ല. $4 ഈ കാർ ഇട്ടുകയാണ് ഞാൻ വാങ്ങണോടാ. എനിക്കിത് വാങ്ങിക്കാൻ 4 വാങ്ങിക്കാടാ, എന്തെങ്കിലും ആവട്ടെ മൈര്. ഞാൻ $4 ഇന്നലെ ഇതേപോലെ ഞാൻ ഒരു 70 ലക്ഷത്തിന് ഒരു കാർ വാങ്ങിക്കാൻ വേണം. നേരത്തെ പറഞ്ഞില്ല, എൻ്റെ അത് അവസാനം വന്നപ്പോൾ കയ്യിൽ കിട്ടിയില്ല. എൻ്റെ കയ്യിൽ പൈസ കുറഞ്ഞാടേ. എന്താണ് ആ കാർ എനിക്ക് കിട്ടിയാടേ? ഇതാണ് എൻ്റെ ആവശ്യ സമയത്ത് നമ്മൾ സെല്ല് വിചാരിച്ച് നടക്കൂല. ഈ കാർ $4 വാങ്ങിച്ച് കിട്ടിയാ. എന്തായാലും ഇറങ്ങി ഈ റൂമിൽ നിന്ന് നടക്കണമെന്നില്ല. എന്ത് കാർ കിട്ടിയാടാ? ഞാൻ വാങ്ങിച്ചെടുക്കണ്ട, നിങ്ങൾ കണ്ടല്ലേ, ഞാൻ എക്സ്ചേഞ്ച് വരെ കൊടുത്ത്. എക്സ്ചേഞ്ചിൽ എന്തൊരു എന്തൊരു തൊട്ടിട്ടുണ്ട്. കാർ ഇപ്പോൾ നോക്കിയോ, കാർ മിക്കാറ് ലോബി വരുമ്പോൾ ഇല്ല. ലോബി വരുമ്പോൾ കാർ കാണൂലേ, ചാൻസ് കുറവാണ്. കണ്ടാടാ എന്ത് അണ്ടി മുത്തേ, ഇതെന്ത് ഞാൻ പറയട്ടോ എൻ്റെ തൊലി. ഇത് കണ്ട സ്ലോട്ടില്ലെന്ന് പറയല്ലേ, 3-4 സ്ലോട്ടുണ്ട് കേട്ടോ, കണ്ടല്ല 3 സ്ലോട്ടുണ്ട്. ഇതൊക്കെ ഞാൻ എന്ത് പറയട്ടാ, ഇതെന്താണ്? ആ കാറും കിട്ടൂല. നമ്മൾ ഇമാതിരി തൊലിഞ്ഞ ഏർപ്പാടായി പോയി, കാര്യം പറയല്ലേ. കുഴപ്പമില്ല എന്തായാലും ഇറങ്ങാം. ഈ കാർ എങ്ങനെ വിൽക്കണോ, എൻ്റെ ലക്ഷ്യം അതാണ്. ഇപ്പോഴത്തെ ഈ കുറച്ച് സ്ലോട്ട് ഒഴിവാക്കണം, മനസ്സിലായില്ലേ? കുറച്ച് സ്ലോട്ട് ഒഴിവാക്കി വെച്ചിട്ട് ഈ കാറങ്ങ് വിറ്റ് കളയണം. ഫസ്റ്റ് ഈ കാറങ്ങ് വിറ്റ് കളയണം.
എടാ ഇവിടെ ഇങ്ങോട്ടാണ് പോകാനുള്ള. എടാ ചിലപ്പോൾ നമ്മൾ കയറി റൂമിൽ തന്നെ തിരിച്ച് ഓട്ടോമാറ്റിക്കലി വരുവാടാ, നമ്മൾ വേറെ റൂമിൽ പോകാതെ അങ്ങനെ കൊണ്ട് മായിര്. എടാ ഇവിടെ ലാഗ് അടിക്കും, ഇവിടെ ചെറിയ ലാഗ് അടിക്കും. അത് എന്താണ്, അത് നാച്ചുറൽ ഈ ഗെയിമിൻ്റെ ഒരു അങ്ങനെയാണ് ഗെയിം. ഞാൻ എന്തിനു ഈ എടാ കയറ. ആ എടാ 350 ഇടേ, ഞാൻ 350 ഇടാം. 350 കിട്ടാം. എന്തിലോട്ടാ പിന്നെ. എടാ ഈ കാർ എത്ര രൂപയ്ക്ക് വാങ്ങിച്ചാന്ന് ഓർമ്മയില്ല. എടാ നല്ല കാർ വാങ്ങിക്കണമെന്ന് എനിക്കുണ്ട്, കാര്യം പറയാനില്ല. പക്ഷെ ഒരുത്തനും നല്ല കാറിന് വിൽക്കൂല, എന്നെങ്കിലും തൊലിഞ്ഞ സാധനങ്ങളെ വിൽക്കുന്നുണ്ട്. അതാണ് ഞാൻ പിന്നെ വാങ്ങിക്കാത്തത്. അല്ലേ അവന്മാർ ചെയ്യണമെന്ന് വെച്ചാൽ വില കുറഞ്ഞ ഏറ്റവും ചവർ കാർക്കുണ്ടല്ല, അതിൽ മാരക മോഡിഫിക്കേഷൻ ചെയ്തുകൊണ്ട് വരും. അത് വാങ്ങിച്ചാൽ വിറ്റും പോകില്ല. കാറൊക്കെ ഇവാൻ വാറിയർ ഏത് രാജ്യമുണ്ടോ? അമേരിക്കയാണോ? എനിക്ക് അറിഞ്ഞൂടാ. $75,00,000 ഉണ്ടായി. 7,500,000. എടാ മൊത്ത കാര്യം ഇതിനാ. എടാ ഇതിന് 7,500,000. എടാ എന്താടാ നടക്കണ ഇവിടെ? എടാ ഇവന്മാര് സത്യം പറയാല് ഇതെന്തായാലും ഇത് മറി. ഈ കാർ ഞാൻ നേരത്തെ കണ്ടേണാ. എടാ ഞാൻ നേരത്തെ കയറിയ റൂമിലാണ് വീണ്ടും വന്ന് കയറിക്കൊണ്ടിരിക്കണം. ഇതാണ് ഞാൻ പറഞ്ഞ കേട്ടാ. എടാ എന്തണ്ടി, അതെങ്ങനെ ശരിയാവില്ല ഒട്ടത്തരം. കേട്ടോ മാർട്ട്. ഓക്കെ ഡീൽ പ്ലീസ് ബൈ. 75,11,111 രൂപ അങ്ങനല്ലേ? എടാ ഈ കാറിന് 75 ലക്ഷം. ഈ കാർ ഞാൻ ഇപ്പോൾ 75 ലക്ഷത്തിന് വാങ്ങിച്ചെന്ന് വെച്ചോ. വിൽക്കാൻ പോകുമ്പോൾ 10,000 രൂപയ്ക്കായിരിക്കും വരണത് വിൽക്കാമെന്ന് പറഞ്ഞു. മനസ്സിലായി? കാര്യം പറയില്ല, ഇതൊന്നും ഞാൻ വാങ്ങണ പോലും ഇല്ല. ഇതൊക്കെ എന്താണ്? എടാ ഇത് തന്നെ വിറ്റ് പോകണില്ല കണ്ട. ഈ കാർ സഹിതം വിറ്റ് പോകില്ല. അപ്പോഴാണ് ഇതെങ്ങനെ വിൽക്കുമെന്നാണ് ഞാൻ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു 3 ഇട്ടാലേ? 3 ഇടാം. എനിക്ക് ഇങ്ങോട്ട് എടാ ഇതിനി ബാക്ക് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് കയറണം. കുണ്ണെന്ന് വെച്ചാൽ എന്ത് കുണ്ണ എടാ അതെന്തോന്ന്. കറക്റ്റ് ഇത്. ഓക്കെ ഇപ്പോൾ സെറ്റ്. ഇനി അടിക്കാം. എടാ നിങ്ങൾ കണ്ടില്ലടാ ഞാൻ അവിടെ. എടാ എന്ത് താത്ത കുണ്ണാളിത്താനാണ്. എടാ ഇതെന്തോടാ മുത്ത, ഞാൻ ഇറങ്ങിപ്പോ. ഉണ്ടച്ച് ചെയ്തോട്ടെ. എന്തിരി സാധനം മൊത്തം ചുവപ്പാണല്ലോ ഇവിടെ മായിര്. എടാ എടാ ഇപ്പം അവനെ കൊണ്ട് ഇതൊരു ശല്യമായല്ല, പിടപ്പിക്കണമായിട്ട് കാറിട്ട് കൂടണം. എടാ ഈ കാറ് കണ്ട ഓട്ടോമാറ്റിക്കലി കിടന്ന് പിടയ്ക്കണം. ഈ കാറ് പണ്ട് അറബിക്കുണ്ടായിരുന്നു, അറബിയിലെ കാറിനുണ്ടായിരുന്നു കുത്തിക്കഴപ്പ്. അതാണ് ഈ കാറിനുണ്ട്. അറബിയിലെ കാറിൻ്റെ സ്പെഷ്യാലിറ്റി ആയിരുന്നു കുത്തിക്കഴപ്പ്. ഇതെന്തിരി 2 കോടി. അവിടെ ഇവനൊക്കെ എന്ത് നായികൾ. നമ്മളിത്തിരി പൈസ ഉണ്ടാക്കിയിട്ട് എന്തിരി. $1 അല്ലത് അപ്പുറത്തുള്ള. എടാ ഈ കാർ വാങ്ങിക്കാൻ എങ്ങനെ എത്ര 1000 അല്ല. എടാ ഇത് മറ്റേ ഇത്ര കോയിൻ്റെ കാറല്ലേടാ ഇത്. കോയിൻ്റെ എന്തോ ആയിരം. പുറപ്പെടുന്നേ
എടാ ഇതെന്താണ്ടാ മുത്ത്, എന്ത് കുണ്ണ, എനിക്ക് എന്താടാ ഇത് ഇങ്ങനെ, ഇത് സൗണ്ടില്ല ഓക്കെ. എടാ ഇത് എടാ നീ ഒരു ഫോട്ടോ BMW താനന എടാ കുറച്ച് ഫോട്ടോ എടുത്തത് കുഴപ്പമില്ല. CSR 4 50 million ഇല്ലക് സെൽമി 2. എനിവൺ വാണ്ട് ബൈ നോക്കിയാ എടാ, എനിവൺ വാണ്ട് ബൈ കാർ നോക്കിയാമേ. എനിവൺ വാണ്ട് മൈ കാർ. എടാ കാര്യം പറയാല്ല, നോക്കാം പറയാൻ നോക്കാം. ലൈവ് ഉണങ്ങി ഇത്ര എടാ 30 മിനിറ്റ് ആടാ ലൈവ് ഉണങ്ങിയിട്ട്. ലൈവ് ഉണങ്ങിയിട്ട് 30 മിനിറ്റ് ഏട്ടാ. എനിവൺ ലെറ്റ് ആക്ടിവേറ്റ്. എടാ എന്ത് എനിവൺ ലെറ്റ് ആക്ടിവേറ്റ് എന്ന് പറഞ്ഞു പൂണ്ണ. എടാ എനിവൺ വാണ്ട് ദിസ് കാർ നോക്കിയാ. എടാ എനിക്ക് കുറേ കാർ സത്യം പറഞ്ഞാൽ ഈ ട്രിപ്പ് പോലും പരിപാടിക്കുന്ന ഇഷ്ടം. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ കുണ്ണത്തിലെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് കാർ കളയാറുണ്ട്. എനിക്ക് ട്രേഡ് ചെയ്ത് കളഞ്ഞ് പിന്നെ ട്രേഡ് പഠിക്കണമെന്ന രീതിയിലാണ് നിൽക്കുന്നത്. അതിൻ്റെ മോഡിഫിക്കേഷൻ എല്ലാത്തിനോട് സമയം ഈ ഇടയായിട്ടില്ല, മനസ്സിലായില്ലേ? അതാണ് സമയത്തിൻ്റെ ഒരു ഇതുകൂടെയാണ്, ഇല്ലെങ്കിൽ ഞാൻ എല്ലാം ചെയ്തേനെ. മറ്റേ പാട്ടുണ്ടല്ലോ, ഏതാ പാട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ, ഞാൻ മറന്നുപോയി. ഇത്ര അറിയോ? ഓ മുത്തേ എടാ അൺഎക്സ്പെക്റ്റഡേ മുത്തേ, അൺഎക്സ്പെക്റ്റഡേ. ആരാ വാങ്ങിച്ചിട്ടില്ല? അല്ല വാങ്ങിച്ചാൽ പേര് കാണിക്കില്ല. മുത്തേ നീ ആരാണ് വെച്ചാൽ മുത്തേ. ഓക്കെ താങ്ക് യു ബ്രോ. എടാ ആരാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മുത്തേ കാർ വാങ്ങിച്ചാൽ 2,50,000. ഈ കാറെന്ന് വെച്ചാൽ കാര്യം പറയാല്ല, എൻ്റെ കയ്യിൽ നിന്ന് പോവാതിരുന്നൊരു കാറാണ്. സത്യമായിട്ട് പറയണം, ഇതെന്നെ എനിക്ക് എന്നാ കിട്ടിയതാണ്. എൻ്റെ പൊന്നും അവസരം ഇത് പോയി കിട്ടി. അല്ലെങ്കിൽ അടുത്ത സ്ലോട്ട് ഒഴിവാക്കൽ എന്തിനാണ് നടപടിയാണ്. കാര്യം പറയാമല്ലോ. എടാ നിരക്ക് കുറേ കിടപ്പുണ്ട് എനിക്ക് കാറ്. എടാ നിൽക്കേ, എടാ കെൻസോ എനിക്ക് അന്ന് പണിഞ്ഞു തന്നൊരു കാറിൻ്റെ കയ്യിലുണ്ട്. അതെനിക്ക് വിൽക്കാൻ സത്യം പറഞ്ഞാൽ തോന്നല്ല. കാരണം ആ കാറൊന്നും എടുത്ത് അങ്ങനെ ഓടിച്ചിട്ടില്ല. പക്ഷേ അത് എനിക്ക് വിൽക്കണോ വേണം വെച്ചാൽ അതൊന്ന് വിറ്റാലാ ഒന്ന്. അത് വിറ്റാൽ ഭയങ്കര പൈസ കയറും. പക്ഷേ അത് വിൽക്കണോ വേണ്ടെന്നൊരു എന്തെങ്കിലും പറയണം അതിന്. എടാ വിൽക്കുകയാണെങ്കിൽ മാക്സിമം പൈസയ്ക്ക്, ഏറ്റവും കൂടിയ പൈസയ്ക്ക് വിൽക്കുക. കാര്യം പറയാല്ല. എടാ ഞാൻ കെൻസോയുടെ അടുത്ത് ചോദിച്ചണം ആ മൈര എവിടെ പോയി കിടക്കണം. മെസ്സേജ് അയച്ചിട്ട് ഒരു വിവരവും ഇല്ല. ഇതാണ് കാർ. ഇത് തീപ്പൊരി ആയിട്ടാണ് ചെയ്ത് വെച്ചേക്കണം ചെക്കൻ. ഞാൻ ഇപ്പം അന്ന് ഏതൊക്കെ കാറുണ്ടെന്ന് പറഞ്ഞാണ്. മൈരിനെ വിളിച്ചിട്ടും കിട്ടാനല്ലോ. അവന് ഇത് വിളിച്ചിട്ടല്ല, മെസ്സേജ് അയച്ചിട്ട് ഒരു വിവരമില്ല. എടാ ഒരു കാർ ട്രേഡ് ചെയ്യണം. ഈ കാർ ട്രേഡ് ചെയ്യണം. ഇതും ഒന്നാണ്, മനസ്സിലായില്ലേ? ഇതും ഒന്നാണ്. ലുഫീര കാറാണ് മൊത്തം. ഇതെനിക്ക് ഓട്ടിക്കാൻ ഇതെടുത്ത് വിൽക്കാൻ തോന്നല്ലടാ, സത്യം പറയാല്ല. ഇതെനിക്കിപ്പോൾ വിൽക്കാൻ തോന്നല്ല, മനസ്സ് വരണില്ല. എടാ ഇത് സെയിം അല്ല, ഇതൊന്നും വിൽക്കാൻ നോട്ടെ. അത് ഒരു പട്ടിക്കും വേണ്ടി വേണ്ടായിരിക്കും. കാര്യം പറയാല്ല, ഈ കാറിന് പട്ടിക്കും വേണ്ടി വരില്ല. ഇതൊക്കെ ഭയങ്കര പൈസ കുറവായി നോക്കാം. ഭയങ്കര ഇതായിരിക്കും, വിൽക്കാൻ പാടായിരിക്കും. നോക്കാടാ. അതേത് പാട്ട് മൈരൻ്റെ ബാക്കി അത് കയറി വന്നുകൊണ്ടിരുന്നോളൂ ഇടയ്ക്കിടയ്ക്ക്. താതൈ എന്തൊരു താതൈ എന്തൊരു, അത് ഏതാ പാട്ട് എന്നാ കേട്ടാണ്. അതാണ് മനസ്സിങ്ങനെ തങ്ങി നിൽക്കണോണ്ടാണ് വരണത്. മണ്ണേ നമ്പി മരമിരിപ്പൂദാനം നാനേ നാനോ മരത്തെ നമ്പി ഭൂവിരിപ്പൂ. സ്റ്റാർട്ട് കൊടുത്തില്ല. താനം ഞാനേ തുടനോ പൂക്കാലമായി പുണ്ടച്ചിമോൻ വരവായി. പൂക്കാലമായി പുണ്ടച്ചിമോൻ വരവായി. എടാ അങ്ങോട്ട് പോവാ. എടാ ഇന്ന് ഈ കാറ് വിൽപ്പനയാണ് ഒരു പ്രധാന നടപടി, അല്ല നടപടിയിലെ പരിപാടി.
ഇതേതിലോട്ടാ? കാര്യം പറയാമല്ലോ, ഞാൻ ഇതുവരെ വെച്ചിട്ടുള്ള കണ്ടിട്ടുള്ള കസ്റ്റമൈസേഷൻസിലേ നന്നായിട്ട് പണിഞ്ഞ ഒരാളെ എനിക്കറിയാവും. അതാരാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ ആരെ പറ്റിയാണ് നല്ല എനിക്ക് ഇവനൊക്കെ എന്ത് കഴിവാണെന്നാണ് മൈരികൾ. നമ്മളൊക്കെ ചെയ്യാൻ നോക്കിയാൽ വൂമ്പിയിരിക്കും. എടാ ഓരോരുത്തർക്കും ഓരോ കഴിവ്, അത് തന്നെ, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഓരോരുത്തർക്കും ഓരോ കഴിവ്, അത്രയേ ഉള്ളൂ. എടാ സ്ലോട്ടില്ലടാ തൊലിച്ച്. എടാ ഈ പുണ്ടച്ചീര ഇവൻ്റെ ഈ കാറിനടുത്ത് മാറ്റടാ. എനിക്ക് സ്ലോട്ട് വേണോ ഒരു തണ്ണ. എടാ എനിക്ക് ഈ സ്ലോട്ടൊന്ന് തരാമോ നീ? തരുമോ നീ സ്ലോട്ടൊന്ന്? എടാ ഈ കാർ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ. ഒരു നിമിഷമേ. എടാ ഇത് മറ്റേ ഓക്കേ. എടാ ഈ കാർ ഞാൻ എവിടെ കണ്ടിട്ടുണ്ട്. ഓ മച്ചാനെ, ഇത് അതല്ലേ? ഇത് അത് തന്നെ. എടാ എനിക്കിത് അറിഞ്ഞൂടാ. അത് തന്നെ ഇത്. എടാ ഇതെനിക്ക് കെൻസോ പണിഞ്ഞെന്ന വണ്ടി ഞാൻ 2 കോടിക്ക് വിറ്റ വണ്ടിയാണ് ഇത്. മറ്റേ KL പോയി റൂമിലെ കൊണ്ട് കയറി ആ വണ്ടിയാണാ. എടാ നീ ക്ലോസ് ചെയ്യണം ബ്രോ. എടാ എനിക്കവിടെ സംസാരിക്കാം. അപ്പോൾ ഈ സ്ലോട്ട് എന്തെങ്കിലും കൊണ്ടായിട്ട് ബ്രോ. എടാ ആ വണ്ടി തന്നെയാടാ. അവൻ മറ്റേ ഫ്രണ്ടിലത്തെ സാധനമൊക്കെ മാറ്റിയിട്ടാ. റെഡ് ഫോക്സും സാധനമൊന്നും ഇല്ല, കാണാനില്ല. ഇത് ആ കാർ തന്നെയാണ് മുത്തേ. എന്തോടാ എനിക്ക് അറിയാൻ വയ്യേ നോക്കട്ടെ. അത് അല്ല, ടയറൊക്കെ വ്യത്യാസം ഉണ്ടോ കേട്ടോ. ടയറൊക്കെ ഇതല്ല. ഇനി അത് തന്നെ ഇത് എനിക്ക് എടാ ഉറപ്പില്ലേ? അതെനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. എടാ സ്ലോട്ട് ഇടുക എപ്പോഴും വണ്ടി കൊണ്ട് ഇട്ട്. ഇത് ഒന്നും ഒരുത്തരും വാങ്ങില്ല. ഒരു 150 ഇടാം. അത് തന്നെ 150 കിട്ടുന്ന തന്നെ ആരെങ്കിലും വാങ്ങും പറഞ്ഞു. അപ്പോഴാണ് ഇതാര്? Anyone want my car? Anyone want my car? യാന്നിട്ടേക്കണം മുത്തേ. ബേമാക്സ് അത് പറ്റില്ല. കാർ മറ്റേ അനിമേറ്റഡ് സിനിമ അല്ലേ മുത്തേ. ഇതെന്തരും എടാ ഈ കാറൊക്കെ എന്താണ്? 3,50,000 ഈ കാറാടാ. എടാ എന്ത് മയിലാണ് നടക്കണത്? 3,50,000 ആ കാറിന്. എടാ ഈ കാറിന് ഹൗ മച്ച് ബോസ്? എടാ ഞാൻ കാര്യം പറയട്ടാ, ഇവൻ്റെ അടുത്ത് സംസാരിക്കുന്ന വേസ്റ്റ് ഓഫ് ടൈമാണ്. കാര്യം പറയാം. ഇവൻ ഈ കാറ് നിങ്ങൾ നോക്കിയോ, ഇവ ഒന്നെങ്കിൽ ട്രേഡ് ചെയ്യും, അല്ലെങ്കിൽ ഇവ എന്തെന്ന് വെച്ചാൽ സെല്ല് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഊമ്പിക്കണം മൈലായിരിക്കും. കാര്യം പറയില്ല. ഇതൊന്നും വിൽക്കാൻ സാധ്യത കുറവാണ്. നല്ല പൈസയ്ക്ക് എടുത്ത കാറിനൊന്നും അങ്ങനെ ആരും വിൽക്കൂല. ഇതൊന്നും എനിക്ക് തോന്നല്ല ഈ കാറ് വിൽക്കുമെന്ന്. ഈ കാർ പൈസയ്ക്ക് ഇടുമെന്ന് എനിക്ക് തോന്നല്ല. ഇത് വേസ്റ്റ് ഓഫ് ടൈമാണ്. ഇവിടെ കണ്ട പോയാണ്ട ഞാൻ പറഞ്ഞിടാ, എനിക്കറിയാം. നമ്മളിതൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാരല്ലേ. 20 എത്ര? 1, 10, 100, 1000, 10,000, ലക്ഷം, 10 ലക്ഷം, കോടി. 2 കോടിക്കൊന്നും ഈ കാർ എനിക്ക് വേണ്ട. എടാ വേണം ഞാൻ ഒരു ഐ വിൽ ബട്ട. എടാ ബൈ ആയിപ്പോടാ. ബൈക്ക് ബട്ടായിപ്പോയി. 100K ഇട്ടിട്ടുണ്ട്. 100K. എടാ 2 കോടിക്കൊന്നും എന്തായാലും വറുത്തല്ലടാ മുത്തേ. 2 കോടിക്ക് ബുഗാട്ടി വാങ്ങിക്കാൻ കാര്യം പറയല്ലോ. 2 ബുഗാട്ടിയൊന്നും കിട്ടൂല. എന്നുവെച്ചാൽ 500K ഒക്കെ എനിക്ക് പറയാൻ പറ്റും. കാര്യം പറയാം. 2 കോടിയാടാ. എന്തിനടാ പറയണം? 2 കോടിയാണ് ഞാൻ 2 കോടിക്ക് ഞാൻ ഇത് വാങ്ങിച്ചാൽ ഞാൻ ഇതെങ്ങനെ മുതലാക്കി വിൽക്കും? നിങ്ങൾ തന്നെ പറഞ്ഞ 2 കോടിക്ക് ഞാൻ ഈ കാർ വാങ്ങിച്ചാൽ ഞാൻ ഇതെങ്ങനെ വിൽക്കും? 3 കോടിക്ക് അല്ലെങ്കിൽ 4 കോടിക്കൊക്കെ. കാര്യം പറയാമല്ലേ. ട്രേഡിങ് വേറെ ഒറിജിനൽ F40 സെന R8. അവ 500K കിട്ടാൻ ആലോചിക്കാം, അല്ലെങ്കിൽ എനിക്ക് വേണ്ട. കാര്യം പറഞ്ഞില്ല. ഇതൊന്നും വിറ്റ് പോകില്ല. അവസാനം എൻ്റെ തലയിലിരിക്കും. അവസാനം എനിക്ക് 100 രൂപയ്ക്ക് 100Kക്ക് വിൽക്കേണ്ടി വരും. അതാണ്
ഒറ്റ 10 100 1000 10000 ലക്ഷം 10 ലക്ഷം കോടി. എടാ ബൈ മുത്തേ ബൈ കേട്ടോ. നീ പൈസ വല്ലതും കുറയ്ക്കുവാണേ വിളി, അപ്പം ഞാൻ വരാം. സംസാരിച്ചോണ്ടിരിക്കും. എടാ ഇതെങ്ങനെ തന്നെ വില കുറയ്ക്കണം. 2 മില്യൺ 1000 അവന്മാർ 2 മില്യൺ 3 മില്യൺ പോണത് എന്താടേ മുത്തേ. എടാ 1.20 ഈ കാറൊക്കെ എന്ന് വെച്ചാൽ ഇതൊന്നും എടാ ഇതെന്താണ് 1.25 ഇതൊന്നും ആർക്കും വേണ്ട. അപ്പുറത്തൊക്കെ 2 മില്യൺ 3 മില്യണൊക്കെയാണ്. ആ കാർ കുണ്ണയ്ക്ക് വേണ്ട കേട്ടോ. കാര്യം പറയാല്ല മുത്തേ, ഒരുത്തനും അത് വേണ്ട. ഇതാണേ ഒരുത്തനും വാങ്ങലടാ. 1.25 ഈ കാർ എന്താ വിറ്റ് പോകില്ലടാ. അത്രയ്ക്ക് എല്ലാടാ ഈ കാറ്. എടാ നിങ്ങൾ പറയണം അത്രയ്ക്ക് എല്ലാടാ ഈ കാറ് ലൊട്ട. എടാ സൗണ്ടൊക്കെ നോക്കാൻ പോയാൽ സൗണ്ടൊക്കെ ഉണ്ടോ വ്യക്തപരമായിട്ട് എല്ലാം കേൾക്കാം. ഇനി ഇതെല്ലാം കഴിയില്ല. കഴിഞ്ഞ് നോക്കുമ്പോൾ മുമ്പ് ഇരിക്കുമല്ലോ സൗണ്ടാണ് ഏറ്റവും നോക്കാം. ഐക്കാൾ BMW എന്തായിരുന്നു? ഐക്കാൾ BMW. എടാ ഇതേ രാജ്യം ചുമന്ന കൊടിയിൽ എന്തിനാ കാണിക്കണം? എന്തിനാ ഇത് ചെയ്യണം? എന്തിനാ കാണാണ് വ്യക്തമാവണില്ല. എടാ ഏതായാലും രാജ്യം കേട്ടോ, എനിക്ക് അറിഞ്ഞൂടാ. നമ്മളങ്ങനെ ഇങ്ങനെ വലിയ ഒരുപാട് ഒന്നും അറിഞ്ഞൂടാ. എടാ ഇതൊന്നും ഒരുത്തനും വേണ്ടടാ. ഈ കാറിന് ആരും വാങ്ങിക്കാൻ ഉദ്ദേശമുണ്ടെന്ന് എനിക്ക് തോന്നല്ല. എനിവൺ വാണ്ട് ദിസ് കാർ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടോ? നോ റിപ്ലൈ ചാറ്റ്. എടാ ഇതൊന്നും നടപടിയാണ് ലക്ഷണമില്ല. എടാ ഇതൊന്നും ഒരുത്തനും വേണ്ടടാ. അത്രയ്ക്ക് എന്താടാ ഈ കാറൊക്കെ ലൊട്ടേടാ. ഞാൻ ഇതൊക്കെ വാങ്ങിയ സമയത്ത് നീ ഒന്നും പറയലടാ. നീയൊക്കെ ലൈവ് തൊലിക്കാനായിട്ട് കാണുകയും ചെയ്യും. ഈ കാർ വാങ്ങിക്കാൻ നേരത്തെ നിൻ്റെ കിടത്തല്ലേടാ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കണ. ഇവനൊക്കെ വാ അടച്ചിരിക്കോടാ ലൈവ് ആണെന്നമാര്. ബ്രോ മാറൽ അല്ല മാലല്ലല്ല എന്തൊരു മാറൽ ബോറോ ആയ. Who has 1000 coin? Me. എടാ ഇതേത് കാറ്? ഇത്തേ $1 ഈ കാർ ഇട്ടിട്ടുണ്ട്. ഇതെനിക്ക് വാങ്ങിക്കാൻ സത്യം പറഞ്ഞാൽ വയ്യടാ. ആണെച്ചാൽ വാങ്ങിച്ച അവസാനം കയ്യിൽ നിന്ന് പോവില്ലെങ്കിലാ. അതാണ് ഞാൻ പറയണത്. ഞാൻ CPM 1 കളിക്കുന്ന ഇല്ലേ ഞാൻ മേടിച്ചേനെ. ഓക്കെടാ എടാ കൂടുതൽ പേര് CPM 1 കാര്യം പറയാല്ല. ഒരു ഭൂരിഭാഗം ഒരുത്ര ഈ CPM 1 CPM 2 കളിക്കുന്ന പ്ലെയേഴ്സിൽ നോക്കുവാണെങ്കിൽ ഭൂരിഭാഗം ഒരു 80% CPM 1 മനസ്സിലായില്ലേ? CPM 2 അല്ല. കാര്യം പറയല്ല. അതിന് അറിയണം. CPM 2 കളിക്കണമെങ്കിൽ അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്തൊരു ഫോൺ വേണം. കാര്യം പറയില്ല. എൻ്റെ ഈ ഫോണിൽ കളിച്ചിട്ട് പോലും എനിക്ക് ലാഗും ബഗ്ഗും ക്യാരക്ടർ ബഗ്ഗൊക്കെ ഉണ്ട്. CPM 1 അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. മനസ്സിലായില്ലേ? അതാണ് ഞാൻ പണ്ട് 10ൽ പഠിച്ച സമയത്ത് അറബി ക്യാപ്റ്റൻ കെൻസോ ഇവന്മാർ 3 നേരം വിളിച്ച സമയത്ത് ഞാൻ CPM 1 കളിക്കാൻ പോയിട്ടുണ്ട്. പണ്ട് അന്ന് ചാനലൊന്നും ഇല്ലായിരുന്നു. അന്ന് CPM 2 ഇല്ലെന്ന് തോന്നുന്നു. CPM 2 ഇല്ലായിരുന്നു. അന്ന് CPM 1 ഉള്ളായിരുന്നു. നിൽക്കാൻ മുത്തേ നമ്മളിങ്ങനെ ചുമ്മാ കാർ കൊണ്ടിരുന്ന കാര്യം നമ്മളെ ബിസിനസ്. അതായത് ഇത് പിന്നെ ബിസിനസ് പഠിക്കുന്നതിൻ്റെ ഭാഗം കൂടിയാണ് കേട്ടോ. നിങ്ങൾ മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? അതും കൂടെ കൊണ്ട് നോക്കാം. എടാ ഈ കാറിന് കൊണ്ട് വിറ്റാലാ? എടാ ഈ കാറിന് കൊണ്ട് പോയാലാ? പോയി നോക്കാം. എന്തായാലും ഈ കാറിന് കൊണ്ട് പോയി നോക്കാം. എടാ ഈ കാർ കൊണ്ടുപോയാൽ നല്ലൊരു പൈസ ഈ കാറിന് കിട്ടുമെന്ന് എനിക്ക് മനസ്സ് പറയണം. കാര്യം പറയാല. ഈ കാർ ചിലപ്പോൾ നല്ല പൈസയ്ക്ക് പോയാലാ? നേരത്തെ കയറി റൂം തന്നെ വീണ്ടും വരുമോ എനിക്ക് അറിഞ്ഞുകൂടാ. ഈ വണ്ടി ഞാൻ 2,50,000 35,000 2,50,000 വാങ്ങിച്ചൊരു വണ്ടിയാണ്.
വണ്ടിയല്ല, ഈ കസ്റ്റമൈസേഷൻ മാത്രം. കസ്റ്റമൈസേഷൻ മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു 3000 പോയി. ആ 3000 കൂടെ ചേർക്കുന്നു നോക്കിയോ. ഈ വണ്ടി എന്ന് വെച്ചാൽ അവൻ കിടിലുമായിട്ട് പണിഞ്ഞെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഞാൻ മരുന്ന് ഇപ്പോൾ വിളിച്ചാൽ ഒരു അനക്കവും ഇല്ല, ഒരു ഇതും ഇല്ല. എവിടെയൊക്കെ പോയി കിടപ്പാണ്. എടാ ഇനി ഞാൻ മോഡിഫിക്കേഷൻ കൂടെ പഠിക്കണേ. കാര്യം പറഞ്ഞാൽ മോഡിഫിക്കേഷൻ കൂടെ എനിക്ക് പഠിക്കണം. സത്യം ബ്രോ, എനിക്ക് ലാഗാണ്. എടാ അത് തന്നെ ലാഗാണ്. ചില ഈ CPM ലാഗൊക്കെ വേണം, ഭയങ്കര ലാഗാണ്. എടാ ഈ കാർ ഞാൻ ഭയങ്കര പൈസയ്ക്ക് ഇടും. കാര്യം പറഞ്ഞാൽ ഈ കാറ് ഭയങ്കര പൈസ, ഏറ്റവും കൂടിയ പൈസയ്ക്ക് ഇല്ലേ ഇടും. ഇത് ആരും വാങ്ങിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഇതെനിക്ക് വിൽക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം പറഞ്ഞാൽ നല്ലൊരു കാറാണ്, നന്നായി ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ വർക്ക്. അതാണ് ഏറ്റവും മാക്സിമം ഇടാൻ പോകണം കേട്ടല്ല. ഇതെത്ര 1 10 100 1000 14 ലക്ഷം 10 ലക്ഷം കോടി 5 കോടി കിട്ടേക്കാണ്. വാങ്ങിക്കാൻ ചാൻസ് ഇല്ല. എന്തായാലും ചുമ്മാ നമുക്കപ്പോൾ കാറൊക്കെ നോക്കി ഓടിക്കുക. അത് തന്നെ ഈ കാർ എന്തായാലും ചുമ്മാ എടുത്തുകൊണ്ട് വന്നതാണ്. വാങ്ങിക്കട്ടെ. 5 കോടി 1 രൂപ പോലും ഞാൻ കുറയ്ക്കൂല, 1 രൂപ പോലും കുറയ്ക്കൂല. കാരണം വെച്ചാൽ എനിക്ക് ഇഷ്ടമുള്ളൊരു കാറാണ്. എന്നാലും നോക്കാം. അപ്പോഴത്തേക്ക് ബാക്കി കാറൊക്കെ പോയി ഇങ്ങനെ നോക്കി മനസ്സിലായേ. കാറൊക്കെ കണ്ടുകൊണ്ട് വല്ലതും വാങ്ങിക്കാൻ നല്ല പൈസ കിട്ടുവാണെങ്കിൽ പോയി വാങ്ങിച്ചോടൊക്കെ നിൽക്കുക. അതാണ് അത് ചെയ്യുക. അത് നല്ല ഏരിയയിൽ നല്ല കാര്യം. എടാ ഈ നാശം പിടിച്ച വണ്ടി ഞാൻ വാങ്ങിച്ചിട്ട് 5 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ചതാണ്. ഇത് എൻ്റെ കയ്യിൽ നിന്ന് പോകണില്ല. നമ്മൾ ഇത്ര എടാ ആവശ്യമില്ല കാർ വാങ്ങിച്ചു കൂട്ടി പിന്നെ വിൽക്കാനൊക്കെ ഭയങ്കര ട്രേഡൊക്കെ പോകുമ്പോൾ ഭയങ്കര പാടാണ്. ട്രേഡൊന്നും പോയാൽ പിന്നെ വിൽക്കാനൊന്നും പറ്റൂല ചിലതൊന്നും. ഇതേത് ഈ കാറ്? എടാ പൊലയാടി മോനെ, നിനക്ക് ഇത്തിരി വെയിറ്റ് ചെയ്തു. എടാ നിൻ്റെ എന്തെങ്കിലും അവിടെ നായി ഡാ മാറിക്ക് നായി. അടിതാ തലയിൽ ഇതുവിട്ടുകൊണ്ട് പോകണ. അടി ഈ കാറ് പൈസയ്ക്ക് ഒറിജിനൽ മണിക്ക് വാങ്ങിക്കണല്ലേ? അതാണാ? അതായത് ചെയ്തേണ വർക്ക് ചെയ്തേണ ഒറിജിനൽ പൈസയ്ക്ക് വാങ്ങിക്കണം കാറല്ലേടാ ഇത് മുത്തേ. ഇത്ര ലാംബേ LBMA എടാ എന്തൊരു സാധനം ഇടാ ചാറ്റേ. LBMA എന്ന് കാര്യം പറയുന്നു. എന്തായിരുന്നു യു ഹാവ് എനി മൈ എന്തായിരുന്നു I have 50 million. എടാ 50 മില്യൺ എന്ന് പറയുമ്പോൾ എത്ര 5 കോടിയല്ലേ? 5 കോടിയാണ് എടാ. 50 മില്യൺ എന്ന് പറയുമ്പോൾ 5 കോടിയാണ് മുത്തേ. 50 മില്യൺ 5 കോടിയല്ലേ? 5 കോടിയാണെന്നാണ് പറഞ്ഞത്. എടാ അപ്പം മറ്റേ കാർ ഇട്ടേക്കണം. എടാ 50 മില്യൺ റേറ്റ് വെച്ചേക്കണം ഇപ്പം ലോട്ട. എടാ ഇതൊക്കെ എങ്ങനെയാടാ 50 മില്യൺ വാങ്ങിച്ചത്? ഇതൊക്കെ 50 മില്യൺ വർത്താണ് എടാ മുത്തേ. അന്ന് ഒരിക്കലും അല്ല. 1000 കൊണ്ട് കയറ്റിക്കോളും. സെൽ ഡേമനാ ഡേമൻ കൊള്ളാമല്ല, കുഴപ്പമില്ല. എന്തൊക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ അത് കുറേ കാറൊക്കെ കാണാൻ പറ്റും. കയറുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാനൊക്കെ പറ്റും. ഒരുപാട് കാറ് നല്ല പണിഞ്ഞിറക്കിയ സാധനങ്ങളൊക്കെ കാണാൻ പറ്റും. സെൽ ബ്രോ അയാ മാക്സ് മണി ബ്രോ. അയാ മാക്സ് മണി എന്നാ എന്തായിരുന്നു അവൻ്റെ പേരെന്തേലും? മാക്സ് മണി എന്നാ. ഇതാരി നടക്കണം താത്ത. ഇതെന്തരുത്? ഇതിന് തലയെ പുതപ്പിട്ട് നടക്കണം. എന്തിനു കുണ്ണ നീ? എന്തരുത് നോക്കട്ടെ. തലയിൽ പുതപ്പൊക്കെ ഇട്ട് ഓരോ നായ്ക്കൾ നടക്കണം. എന്തെന്ന് എടാ കാർത്തി മര്യാദക്കിടാ അല്ലേ? മര്യാദക്കിടാ. അത് തന്നെ മര്യാദക്കിടാ. കാർത്തിരി ഇങ്ങോട്ട് എടുക്കട്ട്. മറ്റേ ഇടിച്ചു കൊണ്ടെന്ന് വിടണ്ട. മര്യാദയ്ക്കും കിടാം. എടാ ആരും വാങ്ങിക്കില്ല, ഒരു കുഴപ്പമില്ല ചേട്ടാ. ഇത് വിൽക്കണമെന്ന രീതിയിലല്ല, ഈ കാർ വിൽക്കണമെന്ന രീതിയിലല്ല ഞാൻ വന്നത്. ഇതെനിക്ക് ഇഷ്ടമുള്ള കാറാണ്. ഞാൻ ഇതിപ്പോൾ വിൽക്കണമെന്ന് എനിക്കൊരു മൈൻഡ് സെറ്റില്ല. കാര്യം പറയാമല്ലോ. I want 2 കാർ എന്നാണ്. പിന്നെ നിനക്ക് 2 കാറല്ല, എനിക്ക് 2 ഉണ്ണ തരും. ഉണ്ണേ മാറിപ്പോയി.
താനനാനേ താനനാനേ അതായത് എൻ്റെ ഉള്ള മെക്ലാരനല്ലേ? അത് തന്നെ അത് തന്നെ. 5 എടാ ബ്രോ സോറി ചെറിയ തട്ടാണ് എടാ ഇല്ല ഞാൻ ഇടിച്ച അവന് വണ്ടിക്കിതാ എന്തോ അങ്ങനെയൊക്കെ ഉണ്ടോ? എടാ സോറി ഞാൻ വണ്ടി കൊണ്ട് വയ്ക്കടാ അതിലൊട്ടതൊരേപ്പോ. എടാ ഞാൻ അവൻ്റെ വണ്ടി കൊണ്ട് മനപ്പുറം ഇടിക്കുന്നില്ല ഏട്ടാ. ബാക്ക് എടുക്കാൻ പറ്റില്ലേ? ബാക്ക് എടുക്കാൻ നീ എൻ്റെ കാറിൻ്റെ അടുത്ത് പോവാം. ഇവിടെ മായിരി ഞാൻ ഇത് എവിടെ പോയടാ? അവിടെ എൻ്റെ കാറെടുത്ത് നിൽക്കാൻ ഒരു കാണിച്ച് ഓക്കെ ഇപ്പം സെറ്റായി. അവിടെ ഇതെന്തൊരു പച്ച സാധനം? എടാ ഈ രാവിലെ ആയിട്ട് എന്താ ചെറിയൊരു ഇരുട്ട് പോലെ മായിര് എന്ത് കളിയാക്കണം എനിക്ക്. കസ്റ്റം ടൈമിൽ 12 PM അണ്ടി വേണ്ട. ഇപ്പോഴാണ് ഇത്തിരി വെളിച്ചം വന്നത്. നേരത്തെ കണ്ടാ നിങ്ങൾ തന്നെ ഒരുമാതിരി ലൊട്ട ഇരുട്ട് പോലെടാ. കാര്യം പറയല എന്താ അണ്ടിയത്? പക്ഷേ ഇപ്പോഴല്ലേ നല്ല വെളിച്ചം വന്നു, നല്ല പ്രകാശിക്കണ വെളിച്ചത്തിലോട്ട് വന്നത്. എടാ ഈ മോർണിംഗ് ആണ് സത്യം പറഞ്ഞ ആൾക്കാരെ അങ്ങനെ വാങ്ങിക്കാൻ പറ്റാതെ വാങ്ങിക്കില്ല. കാര്യം പറയില്ല എന്ന് വെച്ചാൽ ഈ നൈറ്റ് ആകുമ്പോൾ ഇംഗ്ലീഷുകാരന്മാർ വരും. ഈ അമേരിക്കക്കാരന്മാരെല്ലാം ആ ടൈമിലാണ് കാരണം. പക്ഷെ നമുക്കിവിടെ രാവിലെ ആകുമ്പോൾ അവർക്ക് രാത്രിയല്ലേ, രാത്രി ആകുമ്പോൾ ഉറങ്ങൂലേ? മനസ്സിലായില്ല. അപ്പോൾ രാത്രിയാകുമ്പോൾ നമ്മൾ ഉറങ്ങൂലേ? അതാണ് നൈറ്റാണ് ബിസിനസ് എല്ലാം നടക്കണം. പക്ഷേ എനിക്ക് ടൈം അനുസരിച്ചല്ലേ എനിക്ക് വരാൻ പറ്റൂ. ഇതിപ്പം ബ്രസീലിയൻകാരന്മാരും പോർച്ചുഗൽകാരന്മാരും ഈ ഗ്ലോബൽ ഏഷ്യ, യൂറോപ്പ്, ഇന്ത്യ എല്ലായിടത്തും കൂടെ ആരെങ്കിലുമൊക്കെ വന്ന് വാങ്ങിക്കട്ടെ. ഗ്ലോബലി ഇതുള്ളതുകൊണ്ട് ഒക്കെ കുഴപ്പമില്ല. ഇതെന്ത് കാണിക്കണം മൈര? അത് 20 രൂപ കാരണം നീ എന്ത് ചെയ്യാൻ പോണ? പണ്ണാൻ പോണ എന്തണ്ടി ഇത്? ഐ ഹാവ് 2 of them ബ്രോക്കൺ ബോയ്. എടാ അത് വേറെ ഏതാ കുണ്ണെ കണ്ട് പറഞ്ഞു. ഞാൻ ഇപ്പം ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഏതായിരുന്നു സംസാരിച്ചുകൊണ്ടിരിക്കണം. നിങ്ങൾ എന്നെ കണ്ട പറഞ്ഞൊന്നും പറയല്ലേ. ഞാനിത് റിച്ച് ബോയാണ്, മനസ്സിലായി? റിച്ച് മനസ്സിലായി. മെക്ലാരിൻ പിന്നെ ലോട്ട് ഓഫ് കാർസ്, മനസ്സിലായില്ലേ മുത്തേ? നമ്മളെ ഒന്ന് ഇതാക്കല്ലേ. പ്ലെയർ OPRV ജോയിൻ. എടാ കാറൊന്നും ഇല്ലാത്ത കാറൊക്കെ നോക്കാൻ വേണ്ടി വന്നു. ഇവിടെ കാറൊന്നും ഡ്രൈവറും അങ്ങനെ അധികം കാറൊന്നും ഇല്ലേ. കാര്യം പറയാല്ലേ. ഫോട്ടോ എടുക്കുക. 1000 അല്ലേ? വേണ്ടല്ലേ. എടാ സമയം എത്രയായി? 1 ആയില്ല. 1 ആവാൻ ഒരു 5-6 മിനിറ്റ് ഉണ്ട്. അപ്പോഴത്തേക്ക് ഇറങ്ങും. ഞാൻ യുവർ മദർ മസ്റ്റ് ഹർട്ട് എന്തായിരുന്നു? എടാ അത് അവന്മാരങ്ങാട്ടിങ്ങായിട്ട് സംസാരിക്കണേ മൈലികൾ. GT3R RS എന്തോന്ന്? പുറപ്പെടുന്നേ. എടാ ഇവിടെ കാറൊന്നുമില്ല കേട്ടോ. കാര്യം പറയാം എന്തെങ്കിലും ഒട്ടയടാ. എടാ പ്ലെയർ OPRV ജോയിൻ്റ് എന്നാണ് ഇതിൻ്റെ അകത്ത് കാണിച്ചിരുന്നത് നേരത്തെ. പക്ഷെ ഇപ്പം കാണാനില്ല കേട്ടോ. I don't know why.
മണ്ണേ നമ്പി മരമിരിപ്പൂ താനം ഞാനേ നാനോ മരത്തെ നമ്പി പൂവിരിപ്പൂ നാനം ഞാനേ നാനോ പൂവേ നമ്പി പുണ്ണയിരിപ്പൂ നാനം ഞാനേ നാനോ. ഇതാരി ചിരിക്കണേ കറിയണോ? മൂഡ് സിങ്സ് ഉള്ള കുണ്ണ എന്തരുത്. അല്ല ചിലപ്പോൾ അവർ സംസാരിക്കണ എന്തെങ്കിലും ഇതിലൊട്ടാതായിരിക്കും, അത് കാരണം ചിരിച്ചിരിക്കും. അപ്പോൾ അത് മൈൻഡ് ആക്കണ്ട, അറിയിക്കാം. താനേ താനേ പ്ലാസ ആട്ടോ. എടാ പ്ലാസ ആട്ടോ, എടാ മുത്തേ അതൊക്കെ എന്തിന്. എടാ പ്ലാസ ആട്ടോയാ ഇത്. മണ്ണെ നമ്പി പൂക്കാലം വരവായി പുണ്ടച്ചിമോനും വരവായി താന 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 താന. പൂക്കാലം വരവായി പുണ്ടച്ചിമോനും വരവായി താന 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 താന. എടീ ഇപ്പം എന്തരാണ്ട്രാ ബഗ്ഗാലൊട്ടേണ്ട എന്താണ്ട്രാ അവന്. എടാ എനിക്ക് ബഗ്ഗാണാ. എടാ എനിക്ക് വേണം, എനിക്ക് ബഗ്ഗായിരിക്കും കേട്ടോ ചേട്ടേ, കാര്യം പറഞ്ഞില്ല, എനിക്ക് ബഗ്ഗായിരിക്കും. ഈ എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിൽ കിടന്നമാരൊക്കെ എൻ്റെ റൂമിൽ കയറാനായിട്ട് എനിക്ക് ബഗ് അടിക്കുന്നതായിരിക്കും, കാര്യം പറയാനില്ല ലോട്ട. എടാ ഇതെന്ത് മോർണിംഗ് ഇങ്ങനെ മാറണ? കസ്റ്റം ടൈം 9 ഇട്ടാണ്, എന്ത് പിന്നെ മാറണ അനുവാദം ഇല്ലാതെ തന്ത പോലാത്ത പൂണ്ട 27 മണിക്കൂർ. ഇപ്പം കണ്ട എടാ ഗ്രാഫിക്സ് ഓർക്കുന്നോണേ ബഗ് അടിച്ചേ മുത്തേ, ബഗ് അടിച്ചേ കണ്ട. എടാ തന്തയില്ലാത്ത ഗ്രാഫിക്സിൻ്റെ കാര്യം. എടാ ഗ്രാഫിക്സ് ബ്രോ, വൈ യു ഗോയിങ് ലോ? ഐ വാണ്ട് ഹൈ ഗ്രാഫിക്സ് ബ്രോ, വൈ ദിസ് ബ്രോ? ഇതൊക്കെ എന്തോ സാധനങ്ങൾ. $9M ഓ 9 മില്യൺ, അതാണ് വേണം. എടാ മുത്ത ഇതിൻ്റെ നിങ്ങൾ കണ്ടല്ലോ, ഇതിൻ്റെ വേറെ എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിൽ ആരും കയറിയിട്ടില്ല. അതിൻ്റെ ബഗ്ഗാണ് കേട്ടോ, അതാണ് ബഗ്ഗാണ്. ബഗ്ഗിലോട്ട് എന്തിനാണ്ട്രാ? പൂക്കാലം വരവായി പുണ്ടച്ചിമോനും വരവായി താന്. എടാ ഇതെന്തരി വയ്യേ മേക്കർ CPM 2 ഇതൊരു വയ്യേ മേക്കറാ. എന്തായിരുന്നു കാലം വരവായി. എടാ ഇതെന്തോന്നടാ ലോട്ട 56 മിനിറ്റായി. ഓക്കെ 56 ഒരു 1 ആയിട്ട് നമുക്ക് ഉദറിങ് കയറാം കേട്ടോ. ഉദറിങ് കയറാം 1 ആകുമ്പോൾ ഉദറിങ്. കോപ്പി അറബി 307 HP. ഇതെന്തൊരു സാധനം? ഇതെന്തൊരു ഹൈഡ് വിനിൽസ് ഷോ വിനിൽസ് എന്ന് പറഞ്ഞുകൊണ്ട്. ഓ
ഇത് അവൻ്റെ ആണല്ലേ, അവൻ്റെ ഞാൻ വെച്ചാൽ എൻ്റെ ആണെന്ന്. എൻ്റെ ആണെങ്കിൽ മയിലെല്ലാം കൂടെ ലീക്ക് അവിടെ ജിമെയിൽ കാണിക്കൂല, അതാണ് തുടർത്തില്ല. എടാ ഇതിൻ്റെ അകത്ത് OP അറിവിന്നൊക്കെ പറഞ്ഞ് ഓൺലൈനൊക്കെ കാര്യം കാണിക്കണ്ട, മുത്തേൽ ബഗ്ഗായിരിക്കും. എടാ പൈസ പെട്ടി എടാ പൈസ എടുക്കാൻ പോകണ്ട, കാര്യം പറഞ്ഞു. നമ്മൾ പോയാൽ അതിന് ലൊട്ടയാകും അങ്ങോട്ട് അവസാനം പോയിട്ട്. എടാ അവിടെ എനിക്ക് വിശ്വാസമുള്ള ആ ഇടത്ത് ഞാൻ പണ്ടൊരാണ് പൈസ എടുക്കാൻ വന്നതാണ്. എൻ്റെ അവിടെ അവസാനം അണ്ടി എന്നും പറഞ്ഞുകൊണ്ട് ലൊട്ടാത്തരം നടന്നു. അതാണ് എടാ അതിനകത്ത് OP അറിവെന്ന് പറഞ്ഞാൽ ആരെയും ഓൺലൈൻ കാണിക്കണത്. പക്ഷേ എന്തിനാണ് ഇതൊന്നും നടക്കല്ലേ ഏട്ടാ മുട്ടേ, ഇതൊന്നും നടക്കല്ലേ, ആരെയും കാണാനില്ല, കാര്യം പറയാല്ലേ. നമ്മളാരെയും കണ്ടില്ലേ എടേ നമ്മളിവിടെ. എടാ ഞാൻ എന്തായാലും ഇപ്പം എത്ര സമയം 59 കേട്ടാ. ഉടനെ ഇറങ്ങും ഇപ്പം തന്നെ ഇറങ്ങും. ഗെയിമിൽ നിന്ന് ഇറങ്ങിയിട്ട് ഉദറിങ് വേവിലോട്ട് പോകാനുള്ളൂ. അതിനിടയ്ക്ക് വരുവാണെങ്കിൽ ആരെങ്കിലും വരട്ടെ. ടൂ മച്ച് മണി ആയതുകൊണ്ടായിരിക്കും ആരും വാങ്ങാത്തത്. അതാരും വാങ്ങാൻ വേണ്ടി ഇട്ടല്ല, ചുമ്മാ ഇട്ടാണ്. എന്തൊരു എടാ എൻ്റെ ലുക്ക് കോപ്പി അടിച്ചുകൊണ്ട് വന്നേക്കട്ടെ. ഇവൻ എന്തോന്നട IG അറബി കണ്ട ഇവൻ. ഇത് മറ്റേ കാറില്ലേ, കൊള്ളാം. ട്രേഡ് കണ്ടാ നിൻ്റെ അടുത്ത് ട്രേഡ് ചോദിക്കണ്ട, കുറവന് നല്ല പൈസ ആയിരിക്കും. എടാ ഇവൻ മണ്ടനാണ്ട്രാ, കാര്യം പറയില്ല. ഇവൻ ചിലപ്പം അങ്ങനെ കൊടുക്കുമൊന്നുമില്ല, ട്രേഡൊന്നും ചിലപ്പോൾ കൊടുക്കുമൊന്നുമില്ല. ഞാനാണെങ്കിൽ നല്ല എൻ്റെ ഈ കാർ കൊടുക്കൂല, നല്ലതാണെങ്കിൽ കൊടുത്തേ. ഇത് കൊള്ളാം കേട്ടോ, കൊള്ളാം. ലോക്ക് കണ്ട ഏതാ റാൻഡം ഒരു വന്ന് എൻ്റെ അടുത്ത് ട്രേഡൊക്കെ ചോദിച്ചു. കൊള്ളാം, കുഴപ്പമില്ല. ഇത് ഏത് കളർ? ഇത് റോസിലാവും എനിക്ക് തോന്നുന്നു. മറ്റേ എന്താ ഒരു 1000 കോയിൻ്റെ സാധനം എടുത്ത് വെച്ചിട്ട് തിക്നെസ്സും സാധനം അടിച്ചിട്ടുണ്ടാ. കൊള്ളാടാ. ഇതെന്തൊരു ബേക്കിൽ ഇത് ഓ അതായിരുന്നല്ലേ. ഓക്കെ മനസ്സിലായി. കൊള്ളാം. ഐ ഡോണ്ട് ഹാവ് എ പ്ലേസ് മെയിൻ, ഐ ബൈ യുവർ കാർ ഷുവർ നൈസ് ട്രേഡ്. എടാ കണ്ട ട്രേഡ് എന്ന് പറഞ്ഞ് യുഷ് ലോ ലൈഫ്. അതെന്ത് മൈര് ലോ ലൈഫാ? അവൻ ഇട്ടച്ച കണ്ട യുഷ് ലോ ലൈഫ്. യുഷ് ലോ ലൈഫ് ട്രേഡ് എന്ന് പറഞ്ഞു. എടാ യുഷ് ലോ ലൈഫ് അറബിക്ക് ട്രേഡ് ചോദിച്ചിട്ടുണ്ട്. അറബി മിണ്ടാട്ടില്ല. അറബി എന്തിനു പറയും? ഒരു കോടി. എടാ ഇതൊക്കെ എന്താ? 1000 കോയിൻ, 1000 പെയിൻറ്റ് ആൻഡ് 1000 കോയിൻ വീൽസ്. എടാ ഞാനപ്പോൾ എന്തരാണ്ടാ, ഞാൻ എത്ര ഈ 1000 കോയിൻ്റെ സംഭവങ്ങൾ ചെയ്തിട്ട് ഞാൻ അത്ര 4 ലക്ഷത്തിനെ 40 ലക്ഷത്തിനും അതിന് താഴെയൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് മുത്ത. ഇതെന്ത് നഷ്ടക്കച്ചവടമാണ്ടാ, കാര്യം പറയാല്ലേ. എടാ ഈ വീലാടാ ലൊട്ട. എന്ത് ഇൻറ്റീരിയർ നോക്കട്ടെ. അല്ല ഇൻറ്റീരിയർ കാണാൻ പറ്റൂല. കൊള്ളാടെ ഈ കാർ എനിക്ക് ഇഷ്ടപ്പെട്ടു. കുഴപ്പമില്ല. ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല. ഇത് കൊള്ളാം. ഇത് ഏത് കാറായിരുന്നു അവൻ്റെ ഇരുന്ന? ഏതായിരുന്നു? കൊള്ളാം. എടാ ബഗ് ഒരു സെക്കൻഡ് തരൂല, അതിനിടെ ബക്കടിക്കും. ട്രേഡിൻ്റെ കാർ എന്തായാലും ഇട്ടിട്ടുണ്ടല്ലോ. ആരെങ്കിലും വാങ്ങട്ടെ ചേട്ടാ. അത് തന്നെ ആരെങ്കിലും വാങ്ങട്ടെ. അത് തന്നെ വാങ്ങട്ടെ. താനെ ഉറപ്പിടുന്നേ. എടാ ഇതെന്ത് ഈ കാർ അങ്ങോട്ട് വളഞ്ഞു പോകത്തെന്താടാ? എടാ എൻ്റെ പൊട്ടാണ് എനിക്ക് കാണാൻ പറ്റാഞ്ഞിട്ടാണ്. പൊട്ടാണാടാ ഇത്. എടാ 4 ടപ്പ് 24 സ്പീഡ്. എനിക്ക് ഇങ്ങനെ ഇട്ട് മാനുവൽ ഓടിക്കാൻ അറിഞ്ഞോന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ ഓടിച്ച് ശീലമില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് പഠിച്ചാൽ ചെയ്യാന്നേ ഉള്ളേ, ഓടിച്ച് ശീലമില്ല. അതാണ് ഓടിച്ച് ശീലമില്ല. നമ്മൾ ഓട്ടോമാറ്റിക് ഇട്ടാണ് ഓടിച്ചോണ്ടത്. ഓ ഇടിക്കൂല മുത്തേ. ആരോടിക്കണം? അത് ഇടിച്ചതിലൂടെ ഇടിച്ചൊന്നുമില്ല. ആരോടിക്കണം മുത്തേ? റെഡ് ഫോക്സ് ഓടിച്ചാൽ ഇടിക്കൂ.
റെഡ് ഫോക്സ് ആണ് ഓടിക്കണം, മനസ്സിലായില്ലേ? റെഡ് ഫോക്സ് ഓടിച്ചങ്ങനെ വണ്ടിയൊന്നും ഇടിക്കാൻ പോകുന്നില്ല, ആരും പറയാമല്ലോ. ബിറ 47 ബിറ എന്ന് പറഞ്ഞെടുത്തിട്ടാണ്, ബിറ എന്ന് പറഞ്ഞു. മണ്ണേ നമ്പി മരമിരിപ്പൂനാനം നാനേ നാനോ മുത്ത ഇടിക്കൂൽ. എടാ അത് ഇല്ലായിട്ട് കൂട്ടല്ലേ, അത് ചെറിയൊരിതാണ്. വലിയ ഇടി മാറി തൊലി അങ്ങനെ നടന്നില്ലേ, വലിയ ഇടി മാറി നടന്നിട്ടില്ല. എടാ പുതിയ മാപ്പ് വരട്ടെ മുത്തേ, പുതിയ മാപ്പിന് വരുമ്പോഴായിരിക്കും. അത് എനിക്ക് ഫുൾ എക്സ്പ്ലോർ ചെയ്യണം, ഞാൻ ഇടുവാ. ഫുൾ എക്സ്പ്ലോർ എന്തായാലും അപ്ലോഡ് ചെയ്യും. അത് കുറേ പാർട്ടായിട്ടെങ്കിലും വരേണ്ടി വരും, കുറേ പാർട്ട് ഇടേണ്ടി വരും. എടാ ഇവൻ കണ്ടടാ, ഞാൻ എടുക്കണ വണ്ടിയെ കണ്ട, ഞാൻ കൂടുതലും എടുത്താലും ഈ ആട്ടോ മറ്റേ മാനുവൽ ഇങ്ങനത്തെ ഇതല്ലാത്ത എടുക്കണം, മനസ്സിലായില്ലേ? മാനുവൽ അല്ലാത്ത എടുക്കണം. ഇവൻ പോയി എടുക്കണ ഒരു പരിധി വരെ എല്ലാം മാനുവലായി പോടാ. ഒരു കൂടുതലും ഞാൻ എടുക്കണം അങ്ങനെ മാനുവൽ നോക്കിയല്ലേ എടുക്കണം. മാനുവൽ എടുത്ത് ഞാൻ അപ്പം കൊണ്ടുപോയി വിൽക്കും, അല്ലെങ്കിൽ എടുത്ത് കളയും. മാനുവൽ പറ്റൂല, ഓടിച്ച് ശീലമില്ലാത്തതുകൊണ്ട്. ഇവൻ മാനുവൽ പോയി എടുത്താലും വച്ചേക്കൂടാ. മാനുവലൊക്കെ എടുത്ത് ഓടിക്കണം കേടാ. മാനുവലൊക്കെ എടുത്ത് ഓടിച്ചാൽ ഒരു പരിധി വരെ സ്പീഡും കിട്ടുമോ, ഒരു പരിധി വരെ കിട്ടുമോ എന്താണെന്ന് പറയത്തില്ല. ചിലപ്പോൾ അതൊന്നും കുഴപ്പമില്ലായിരിക്കും. താനെ എടാ പുണ്ടച്ചിലാകെ ഇപ്പം നീ നോക്കണേ, ഇപ്പം കാണിച്ചാലേ. എടാ എന്താടാ കുണ്ണേ, വൈ യു ഡു ലൈക്ക് ദിസ്, വൈ എന്ത് കുണ്ണേ നിനക്ക്, കഷ്ടം തന്നെ. ആയിര് ഓട്ടോമാറ്റിക്കലി അവൻ കുറഞ്ഞോളും. എടാ അടുത്ത അപ്ഡേറ്റ് ലോക്ക് ചെയ്യാൻ പറ്റിയിരുന്നേ, ഗ്രാഫിക്സ് ലോക്ക് ചെയ്യാൻ പറ്റിയിരുന്നേ. മണ്ണേ നമ്പി മരമിരിപ്പൂനാനം നാനേ നാനോ മരത്തേ നമ്പി പൂവിരിപ്പൂനാനം നാനേ നാനോ പൂവേ നമ്പി പൂവേ നമ്പി പൂക്കാലം വരവായി പുണ്ടച്ചി മോനും വരവായി തുണണു 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 പൂക്കാലം വരവായി പുണ്ടച്ചി മോനും വരവായി തുണണു തുണണു തുണണു. ഉദറിങ് വേവ് കളിക്കാനാണല്ലേ, ഉദറിങ് വേവ് ഇറങ്ങാം. ജസ്റ്റ് ഇവിടെ നിന്ന് കുറച്ചെങ്ങാട്ട് പോയിടത്ത് എത്തി ഒരു ഫോട്ടോ എടുക്കാൻ സമയം എന്തായാലും എടുക്കാം. നോക്കാം, ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടൊക്കെ എങ്കിൽ ഉദറിങ് വേവ് കയറാം. അത് തന്നെ അത് നല്ലത്. എടാ കുണ്ണത്ത മുത്തേ കണ്ടല്ല, എനിക്ക് ഒരു സംശയം ഇപ്പം ഞാൻ പരിഹരിച്ചോട്ടെ. ഒരു സംശയം ഞാൻ ഒന്ന് പരിഹരിച്ചോട്ടെടാ ചാറ്റേ. എടാ കണ്ടല്ല അറബി ബേക്കടിച്ചു പോയി ചാറ്റേ. ഇതെന്ത് ഞാൻ ഇതിന് എടാ അറബീരെ കുണ്ണത്തരമേ ചാറ്റേ. ഞാൻ ഒന്നും പറയില്ല സമയം ഒന്നും പറയാൻ വയ്യടാ, എനിക്ക് പറയാൻ വയ്യ. അറബീരെ കുണ്ണത്തരം അതികൂലി അവൻ എന്തിനു പറയാം, കുണ്ണാത്തരം. അവൻ എന്തൊരു കുണ്ണയിലും കേട്ടോ. ഞാൻ പോയി കാറ് വയ്ക്കണം. ഈ കാർക്ക് എന്തായാലും വാങ്ങാൻ സാധ്യത കുറവാണ് ഈ ഒരു എമൗണ്ടിന്. ബട്ട് അവിടെ കണ്ട ചെറുതായിട്ട് തട്ടിമുട്ടി കിരണമായിര് കുഴപ്പമില്ല, ഇങ്ങോട്ട് മാറിയിക്കാം.
എടാ ഇന്ന് ശനിയല്ലേ എടാ മുത്തേ, 2 ആഴ്ച ശനി. എടാ ഇന്ന് മറ്റേ വിജയിയുടെ പടത്തിൻ്റെ പാട്ട് വരുന്നല്ലേ പറഞ്ഞേക്കണം, മറ്റേ തലപതി കച്ചേരി ഇന്ന് വൈകുന്നേരം. വരട്ടല്ലേ, അത് വരട്ടെ വരുമ്പോൾ നോക്കാം. WR വാട്ട്ചാറ്റ് അത് ലൈവ് റിയാക്ട് എനിക്ക് വയ്യടാ. കാര്യം പറഞ്ഞ ഞാൻ കുറച്ച് ഇപ്പോൾ PC ഒക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ നോക്കുമായിരുന്നു, എന്തായാലും എടുത്ത് നോക്കിയാണ്. എനിക്ക് എന്തായാലും കോപ്പറേറ്റ് അടിച്ച് അണ്ണാക്കി തരും. അല്ലേ ഞാൻ നോക്കിയാണ്. PC ഒക്കെ ഉണ്ടായിരുന്ന ഈ സമയത്ത് എന്തായാലും നോക്കിയാണ്. പക്ഷെ കുഴപ്പമില്ല, ഇപ്പോൾ PC ഒന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഈ ഫോണിൽ തന്നെ നമ്മൾ ഫുള്ള് റിയാക്ട് ചെയ്യണ്ട. ഇപ്പം ചെയ്യണ്ട, ഇപ്പം അങ്ങനെ ചെയ്യണ്ട. ഇപ്പം എല്ലാം പോയിരുന്ന് കാണാം. ലൈവൊക്കെ എൻഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ജസ്റ്റ് ഒന്ന് ലൈവ് ഒന്ന് പാസ് ചെയ്തിട്ട് അങ്ങനെ പോയിരുന്ന് കണ്ടു നോക്കാം, അതാണ് നല്ലത്. തലപതി കച്ചേരി അല്ലേ ഇവിടെ അവസാന പടമല്ലേ, നോക്കട്ടെ നല്ല ഇതായിരിക്കും, നോക്കാം. അറിഞ്ഞൂടാ വരം പറയാൻ ഇന്ന് വൈകുന്നേരം വരും എന്നൊക്കെ പറയണം. ഇതൊക്കെ ഏത് കാറ് മുത്തേ? ഇതെല്ലാം ഏത് കാറ്? സ്പിന്ദരി സ്ട്രീറ്റ് ഇയർ ബെസ്റ്റ് എന്തിന് എടാ? ഇയർ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് എന്ത് ചോദിച്ചു കണ്ടോ മയിലുകൾ? എന്തോന്ന് ലൊട്ടയുടെ ചാറ്റ ഇവിടെ നടന്നുകൊണ്ടിരിക്കണ ലൊട്ടോളിത്തരം ചാറ്റേ, ലൊട്ടോളിത്തരം. ഈ തായോളിത്തരം എന്നൊക്കെ പറയില്ല, അതുപോലെ തന്നെ ലൊട്ടോളിത്തരം. എന്തൊക്കെ ഹൂ ഗോട്ട് ബുഗാട്ടി? എടാ ബുഗാട്ടി ഉള്ളൂ എന്തിനാ നിൻ്റെ അടുത്ത് പറയണം മയിലേ? നീ പോവും അങ്ങോട്ട് മാറി. അങ്ങനെ എടാ ചാറ്റ് ചെയ്യാം. അപ്പോൾ ഇറങ്ങിയേക്കാം. എടാ ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ